ഗൈസ്, അങ്ങനെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് 9 മാസം കറക്റ്റുമ്പോൾ തികഞ്ഞേക്കാണ്. 8ാം മാസത്തിൽ തുടങ്ങിയ നമ്മൾ ബാക്ക് പാക്കിംഗ് ആണ് ഇപ്പോഴാണ് ലാസ്റ്റായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോനകത്ത് നമ്മൾ ബേബിയുടെ ബാക്ക് പാക്കിംഗ് ആണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ബാസ്ക്കറ്റ് മേടിച്ചത് വേണ്ടി ഇതിനകത്താണ് നമ്മൾ ബേബിയുടെ സാധനങ്ങളെല്ലാം വെക്കാൻ പോകുന്നത്. ഇനി നമ്മൾ 9ാം മാസം കഴിഞ്ഞിരിക്കും. ഇനി എപ്പം വേണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. ബേബിനെയും കൊണ്ട് എപ്പം വേണമെങ്കിൽ തിരിച്ചു വരും. ഇനി ഈ പറഞ്ഞ ക്രിസ്മസിന് പുതിയ അതിഥിയായിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്ത് ലിസ്റ്റ് ചെയ്താണ് ഇപ്പം ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഡെലിവറിക്ക് പോകാൻ നേരത്ത് നിങ്ങൾക്കും ഇത് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. കണ്ടുവച്ചിരുന്നാൽ നിങ്ങൾക്കും പാക്ക് ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനൊക്കെ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. അപ്പം ഈ വീഡിയോയ്ക്ക് അടുത്ത് ബേബിയുടെ ബാക്ക് പാക്കിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബേബിക്കുള്ള സാധനങ്ങളും ബേബിക്ക് എന്തൊക്കെ മേടിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കും. ഇത് നമ്മൾ കടയിൽ പോയിട്ട് ബേബിക്ക് വേണ്ടി മേടിച്ചൊരു ബോക്സാണ്. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, നല്ല സ്ഥലമൊക്കെ ഉള്ള വലിയൊരു പെട്ടിയാണ്. ഫസ്റ്റ് നമ്മൾ ബാത്തിങ് ഷീറ്റാണ് വെക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിയ ഷീറ്റാണ്. കൊച്ചിനൊക്കെ കിടത്തി കുളിപ്പിക്കാൻ പാകത്തിനുള്ള നല്ല വലിയ ഷീറ്റാണ്. മൂത്തി കാണിക്കണ്ടേ അങ്ങനെയൊന്നുമില്ല. സാധാരണ ഇത്രയുള്ളതൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞൂടെ ഇത്രയൊക്കെ ഉള്ളതാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ഇത് 3 ടവലാണ്. കൊച്ചിനെ പൊതിയാനായിട്ട് കഴിച്ച 3 ടർക്കി കണക്കത്തതാണ്. 3 ടവലുണ്ട്. അടിയിലടി വെക്കുന്നതൊക്കെ നമുക്ക് ഇത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അടിയിലടിയിൽ വെക്കുന്നത്. പിന്നെ ആദ്യമൊക്കെ എടുക്കാനുള്ളത് നമുക്ക് ലാസ്റ്റ് വെക്കാം. ഇത് 3 ഡ്രൈ ഷീറ്റാണ്. കൊച്ച് കിടന്ന് യൂറിൻ വെള്ളവും പോവുകയാണെങ്കിൽ ബെഡിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി 3 ഒരു ചെറിയ നോർമൽ സൈസിൽ 3 ഡ്രൈ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം മുണ്ട് കഴുകി ഉണക്കി തേച്ച് വെച്ച മുണ്ട്. ഇത് മുറിച്ചതാണ്. ബേബിനെ എന്തിനാണ് പൊതിയാണ്. ബേബിക്ക് ഇങ്ങനെ ബേബിയുടെ ഉടുപ്പ് എന്തൊരു തുണി ഉടുപ്പിക്കും ബേബിനെ ഇങ്ങനെ. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ ചോദിച്ചു എന്ന് പറഞ്ഞ്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നേരത്തെ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി തേച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം 4 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ബേബിയുടെ ഡ്രസ്സാണ്. ബേബിക്ക് ജബിലാന്ന് കണ്ടൊക്കെയാണ് ഇതിനെ പറയണം. എനിക്ക് അങ്ങൂടെ എൻ്റെ ആദ്യത്തെ പ്രസവമാണല്ലോ. എനിക്കിതെല്ലാം ഇതിൻ്റെ പലതിൻ്റെ വാക്കുകൾ എനിക്ക് പുതുതായിട്ട് ഞാൻ കേൾക്കണതാണ്. ജബിലുകളും പിന്നെ വെള്ള കെട്ടുടുപ്പ് 5 എണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞുടുപ്പ് 5 മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫുള്ള് റാപ്പ് ചെയ്ത് കാലും തലയൊക്കെ തൊപ്പിയൊക്കെ ഉള്ളതൊക്കെ റാപ്പ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി. കാരണം നമ്മുടെ ഡെലിവറി സമയം എന്ന് പറഞ്ഞാൽ തണുപ്പ് സമയമാണ്, ഡിസംബർ. ആ സമയം കൊച്ചിന് എപ്പോഴും തണുപ്പായിരിക്കും. അതുകൊണ്ട് അതിന് പറ്റിയ 3-4 ജോഡി ഡ്രസ്സുകൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് 3 ജോഡി ഉടുപ്പും നിക്കറും മേടിച്ചിട്ടുണ്ട്. കൊച്ചിങ്ങളുടെ ഉടുപ്പും ട്രൗസറുമാണ് 3 ജോഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും എടുക്കുന്നത് തന്നെ ചിലപ്പോൾ ഞങ്ങൾക്ക് സിസേറിയൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കണം. അപ്പം നമ്മൾ കൂടുതൽ ദിവസം നമ്മൾ നോർമൽ ഡെലിവറിനെക്കാട്ട് കൂടുതൽ ദിവസം കിടക്കേണ്ടതായിരുന്നു. അപ്പം കൊച്ചിന് അധികം ഡ്രസ്സ് വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളിത് നേരത്തെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി അധികം കൊടുത്ത് വയ്ക്കുന്നത്. പിന്നത്തേക്ക് കിടന്ന് ഓടണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനൊക്കെ ജനിച്ച സമയത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നില്ല മുണ്ടൊക്കെ മുറിച്ച് തുക്കിയെടുത്തായിരിക്കും നമ്മളെ കൊണ്ടുവന്നത്. ഇത് എൻ്റെ ആദ്യത്തെ പ്രസവമായതുകൊണ്ട് എനിക്ക് എല്ലാ സാധനവും വാങ്ങാനും എക്സൈറ്റ്മെൻ്റാണ്. എല്ലാം കാണിക്കാനും പറയാനും എല്ലാം ചെയ്യാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. ഇതിനകത്ത് ഇത് ഞാൻ തുറന്ന് കാണിച്ചാൽ തുറക്കാൻ പറഞ്ഞു. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി തേച്ച് വെച്ച് സിബ്ലോക്ക് കവറിലിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു അതിനേക്ക് കാണിക്കാം. അതാണ്ട് നമ്മുടെ 2 വിരലൊക്കെ കയറ്റാൻ പറ്റിയ പാകത്തിനുള്ള സോക്സുകൾ. ഞാൻ 3 ജോഡി സോക്സ് എടുത്തിട്ടുണ്ട്. തണുപ്പായിരിക്കും. ഞാൻ പറഞ്ഞത് ഡിസംബറിലാണ്, തണുപ്പായിരിക്കും. അതുകൊണ്ട് കയ്യും കാലിലൊക്കെ എപ്പോഴും ഇട്ട് കൊടുക്കേണ്ടി വരും. സോക്സ് ഉണ്ട്, മിറ്റൻസ് ഉണ്ട്. കൊച്ചിൻ്റെ കൈ ഇടുന്ന കയ്യോളം. എല്ലാവർക്കും മിറ്റൻസ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെ നമ്മളെ ഒരു 5-6 ടവല്, ഫേസ് ടവല് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ സ്കിന്നിലൊക്കെ നല്ല രസമുണ്ട്. എല്ലാ സാധനവും മേടിച്ചത് സോഫ്റ്റ് സാധനങ്ങളാണ് മേടിച്ച് വെച്ചേക്കുന്നത്. കാരണം കൊച്ചുങ്ങളുടെ സ്കിന്നൊക്കെ അങ്ങനത്തെയാണ്. നമുക്കങ്ങനെ ഭയങ്കര നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലോത്തും കൊച്ചുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർക്ക് അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ. പിന്നെ ക്യാപ്പ് മേടിച്ചിട്ടുണ്ട്. 3 ക്യാപ്പ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടി വരും. ഇതെല്ലാം അത്യാവശ്യമായ സാധനങ്ങളാണ്. പിന്നെ ഇതും ഒരു ടവലാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഇത് ഞാൻ മടക്കി കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇത് കുഞ്ഞിനെ റിസീവ് ചെയ്യാനുള്ള ടവലാണ്. നല്ല വലിയ ടവലാണ്. നല്ല ആവശ്യത്തിനുള്ള വീതി നീളക്കും. ഇതിനകത്ത് കിടത്താവുന്ന സൈസൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര മേടിച്ചത്. ഇത് വേറെ മാറ്റിയാണ് വെച്ചത്. കാരണം ഞാൻ ലേബർ റൂമിൽ കയറിയതിന് ശേഷം എനിക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ഇവരെ വെളിയിൽ നിൽക്കുന്നവരായിരിക്കും എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സാധനവും എഴുതി പാക്ക് ഇതെല്ലാം കഴുകി തേച്ച സാധനങ്ങളാണ്. നമ്മൾ ആദ്യം കൊച്ചുങ്ങളെ വരുമ്പോഴത്തേക്ക് ഹൈജീൻ നോക്കണം. നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും കൊച്ചുങ്ങളെ കാര്യത്തിലാണ് ആദ്യം നോക്കണം. ഇത് അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് ഞാൻ എല്ലാം എഴുതി ഷീറ്റിലോ കവറിട്ട് ആ കവറിൻ്റെ മണ്ടയിൽ ഒരു ടേപ്പ് ഒട്ടിച്ച് അതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എപ്പോഴെപ്പോഴും തരാനുള്ള സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ഒരു ക്ലോത്ത് ഡൈപ്പർ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാടുണ്ട്. പാഡിനെ എടുത്ത് വെച്ചില്ല. ക്ലോത്ത് ഡൈപ്പർ അവിടെ ആവശ്യം വേണ്ടി വരണമെന്ന് തോന്നുന്നില്ല. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ അത്രയും ഡൈപ്പർ യൂസ് ചെയ്യില്ലായിരുന്നു. സാധനം മാത്രമേ ഇപ്പോൾ മേടിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. അനാവശ്യം നമ്മൾ മേടിച്ച് കൂട്ടി കുറേ പൈസ കളയാനേ ഉള്ളൂ. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ബേബിയുടെ ഡൈപ്പർ മേടിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ പാക്കറ്റ് ഡൈപ്പറാണ് മേടിച്ചേക്കുന്നത്. ഇതിനകത്ത് 12 പീസ് വരും. 12 പീസുള്ള ന്യൂ ബോൺസിൻ്റെ ഡൈപ്പറാണ് മേടിച്ചേക്കുന്നത്. അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് വെറ്റ് വൈപ്സ്. ഇത് കാണുന്നുണ്ടോ? വെറ്റ് വൈപ്സ്. ഇതിനകത്ത് 72 വൈപ്സാണ് പറഞ്ഞത്. 72 ഉണ്ട്. ഇത് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കൊച്ചുങ്ങളെ കുളിപ്പിക്കത്തില്ല, ജനിച്ച പിള്ളേർ. ഇടയ്ക്ക് എങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ എന്തോ അങ്ങനെ വീട്ടിലറിയാമോ, ഞാനായിരിക്കുമല്ലോ കുളിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൊച്ചിനെ ചിന്തിച്ചിട്ടില്ല കൂടുതലായിട്ട്. അപ്പം തുടച്ചെടുക്കാറായിരിക്കും പതിവ്. അപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ കുളിപ്പിക്കേണ്ടെന്നാണ് വിചാരിച്ചേക്കുന്നത്. അവർ വൃത്തിയാക്കി തന്നതിന് ശേഷം പിന്നെ തുടച്ചെടുക്കാം. ഹോസ്പിറ്റലാണ് നമ്മൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഈ കൊച്ചിനെ കുളിപ്പിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ നോക്കിയതുമില്ല. ഞാൻ സെർച്ച് ചെയ്യാൻ പോയില്ല. കാരണം ഞാൻ ആ സാഹചര്യത്തിലായിരിക്കത്തില്ല. അപ്പോഴത്തേക്കും വീട്ടുകാരായിരിക്കും എല്ലാം നോക്കുന്നത്. അവർക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. അവർ തോന്നെ പ്രസവിച്ചിട്ടൊക്കെ ആണല്ലോ അവർ ഇരിക്കുന്നത്. നമ്മളൊക്കെ ആദ്യത്തെയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യ. പക്ഷേ വെറ്റ് വൈപ്സ് വേണം, തുറക്കാൻ വേണമെന്ന് അറിയാവുന്നതുകൊണ്ട് കൊച്ചിനെ എപ്പോഴും തുറച്ചൊക്കെ എടുക്കാൻ വൃത്തിയാക്കാൻ വേണമെന്നുള്ളതുകൊണ്ട് ഒരു പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഞാൻ അധികം വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ ഒരെണ്ണെ കൊണ്ടുപോകണം. ഇവിടെ കുറച്ച് സാധനമുണ്ട്. പിന്നെ എൻ്റെ 2-3 സാധനമുണ്ട്. എല്ലാം കൂടെ ഞാൻ ഈ ഒരു ബോക്സിനകത്താണ് ആക്കി വെച്ചേക്കുന്നത്. ഈ ബോക്സിനകത്ത് നമുക്ക് ബേബിക്ക് വേണ്ട കുറച്ച് സാധനം, എൻ്റെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളും ഈ ബോക്സിനകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്തെന്നൊക്കെ നോക്കാം. ഇത് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ സാനിറ്റൈസർ വെക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ പ്രശ്നേഷൻ്റെ കണക്കല്ലേ, നമ്മൾ സാനിറ്റൈസർ വേണം നമുക്ക്. അല്ലാതെ വെള്ളത്തിലൊന്നും കൊണ്ട് സാനിറ്റൈസർ വെച്ച് ആരും ഉപയോഗിക്കില്ല കേട്ടോ. പിന്നെ ഒരു ബേബി പൗഡർ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് തുടച്ചതിന് ശേഷമൊക്കെ ഇട്ട് കൊടുക്കണ്ടേ, കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ടൊരു ബേബി പൗഡറുണ്ട്. ഇത് റഷ് ക്രീമാണ്. ഇത് എന്ന് വെച്ചാൽ ഡൈപ്പർ യൂസ് ചെയ്തിട്ട് കൊച്ചിന് എന്തെങ്കിലുമുള്ള അലർജീസ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഉള്ളിലണക്കൊക്കെ വരും, അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീം മേടിച്ചത്. അതുകൊണ്ട് പിന്നെ ഒരു ബേബി ക്രീം മേടിച്ചിട്ടുണ്ട്. മസാജ് ഓയിൽ മേടിച്ചിട്ടുണ്ട്. ബേബിയുടെ ഓയിലൊക്കെ ചോദിക്കും അവർ. അതിന് വേണ്ടിയിട്ട് ബേബിയുടെ ഇത്ര സാധനങ്ങൾ. നമ്മൾ ബേബിയുടെ എല്ലാ പ്രോഡക്റ്റ്സും മേടിച്ചേക്കണം ഹിമാലയയുടെയാണ്. ഹിമാലയയുടെ നല്ലതാണെന്ന് തോന്നിയിട്ടാണ് മേടിച്ചത്. ഇപ്പോൾ എല്ലാം മേടിച്ചതാണ് ഹിമാലയയുടെയാണ്. യൂസ് ചെയ്തിട്ട് പറയാം ഞാൻ. കൊള്ളാമെങ്കിൽ അതിൻ്റെ കൊള്ളാമെന്ന് തന്നെ റിവ്യൂ പറയും. ഇല്ലെങ്കിൽ ഞാൻ ഉള്ളത് തന്നെ പറയും. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലാന്ന് തന്നെ പറയും. അപ്പോൾ ഇട്ട സാധനം ഇതല്ലാതെ കുറച്ചും കൂടെ സാധനങ്ങളുണ്ട് ബേബിയുടേത്. പക്ഷേ എല്ലാ സാധനങ്ങളും നമ്മൾ ഹോസ്പിറ്റലിൽ വലിച്ചു വരി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതേ പെട്ടിയിൽ തന്നെ ഞാൻ ഒരു ഡെറ്റോൾ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെറ്റോൾ വെച്ചിരിക്കുന്നത്. കാരണം ബേബിയുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ലോണ്ടറി വാഷ് മേടിച്ചിട്ടുണ്ട് ബേബിക്കുള്ളത്. അത് ഞാൻ പാക്ക് ചെയ്തില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ബ്രഷ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കത്രിക, കാരണം നമ്മൾ മുണ്ടൊക്കെ മുറിക്കാൻ നമുക്ക് വേണ്ടി വരും. ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ചീപ്പ് മേടിച്ചിട്ടുണ്ട്. ചീപ്പ് മേടിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് ചീപ്പിൻ്റെ ആവശ്യമില്ല. കാരണം പ്രസവിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മുടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് മുടിയില്ല. ഞാൻ മുട്ടച്ചിയാക്കി വെച്ചേക്കാണ്. തല്ല് മുടിയിൽ എനിക്ക് കൈ വെച്ച് ഓതി വെക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാനൊരു ചീപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്ന് കാണുമ്പോൾ ചീപ്പ് വൃത്തിയൊക്കെ വേണം. അതുകൊണ്ട് ഞാനൊരു ചീപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡെലിവറിക്ക് കയറുന്ന സമയത്ത് പെമ്പുള്ളടുത്ത് മുടി തെറ്റിയിട്ടിട്ട് കയറാനേ പറയും. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. 2 കൊമ്പങ്കാനും കെട്ടി മണ്ടയിലോട്ട് വെക്കണം. നമുക്കിനി ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്തത് കാണിച്ചു. അങ്ങനെ നമ്മൾ ബേബിയുടെ ബാക്ക് പാക്കിങ് തീരാറായി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു സാധനങ്ങൾ എന്തെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം 2 കൂടെ ഒന്നിച്ച് ഞാൻ തന്നെയാണല്ലോ കൊണ്ടുപോകണം. അപ്പം പിന്നെ എനിക്കറിയാമായിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ വെക്കുകയാണ്. വേറെ ഒന്നിനും മാറ്റി വെക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് തന്നെ ഒരു 15 മാസ്ക് എടുത്തിട്ടുണ്ട്. കാരണം എത്ര ദിവസം കിടക്കണോ അതിനനുസരിച്ച് മാറ്റി തിരിച്ച് വെക്കേണ്ടി വരും. ഗർഭിണികൾ മാസ്ക് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലാമെന്ന് പറയും. കാരണം പല തരത്തിലുള്ള അസുഖങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് മാസ്ക് നമ്മൾ നിർബന്ധമായിട്ടും കൈ വെച്ചത്. കാരണം നമ്മുടെ ആരോഗ്യം നമുക്ക് വലുതാണ്. പിന്നെ ഇത് പൗഡർ ബോക്സാണ്. കൊച്ചിനിങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാൻ. അതുകൊണ്ട് അതൊരു ചെറിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയ്യിലിട്ട് കൊടുക്കുന്നതിൻ്റെ ഭേദം വേണം ഇങ്ങനത്തെ സാധനം. ഇതിൻ്റെ സാധനം നല്ല സോഫ്റ്റ് പഞ്ഞി കണക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞ് പെട്ടിക്കകത്ത് എൻ്റെതും ഉണ്ട്, കൊച്ചിൻ്റെ സാധനമുണ്ട് കേട്ടോ.
ഉചിത സാധനം എന്ന് പറയാൻ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇത് കുട്ടി പിള്ളേർ ജനിക്കുമ്പം പിള്ളേരെ കയ്യിൽ നിലം കാണും, ചിലരല്ലാതെ പിച്ചി കളയും, എന്നാലും നെയിൽ കട്ടർ കൊണ്ടെല്ലാം പറയും. അതുകൊണ്ട് ബേബീസിൻ്റെ നെയിൽ കട്ടറാണ്, ചമക്ക് നോക്കിയാൽ നിൽക്കില്ല, ബേബീസിൻ്റെ നെയിൽ കട്ടറാണ്. പിന്നെ ഇതിനകത്ത് തന്നെ എനിക്കൊരു കൺമശി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് മുടിയില്ലാന്ന്, എന്നാലും ഇത്രയുള്ള മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഹെയർ ബാൻഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലിപ് ബാം മേടിച്ചിട്ടുണ്ട്. കാരണം അതിനകം ഫുള്ള് തണുപ്പാണ്. നമ്മൾ ലേബർ റൂമിനകം ഭയങ്കര തണുപ്പാണ് എപ്പോഴും. നമ്മൾ കഴിഞ്ഞ് ഇത്രയും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും, ചുണ്ട് പൊട്ടും, ഡ്രൈ ആവും. അതുകൊണ്ട് ഒരു ലിപ് ബാം. പിന്നെ നിൽക്കുമല്ലേ ചുമ്മാ ഒരു പൊട്ടൊക്കെ ഇരിക്കട്ട്, അതുകൊണ്ട് ഒരു ഇത് ഞാൻ ഇവിടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു സ്ഥലത്തില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കി താടുന്നത് ഒരു പൊട്ടും. ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് പാക്ക് ചെയ്തതെന്ന് അതിനകത്തുണ്ട്. അപ്പം അമ്മമാരെ ബാഗിൽ എന്തൊക്കെ വേണമെന്ന് ഞാനകത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബേബിയുടെ ബാക്ക് പാക്കിങ് വീഡിയോ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ട് കാണും, ഉപകാരപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ച് കാണും. ഞാൻ കുറേ വീഡിയോസ് യൂട്യൂബിൽ നോക്കി റെഫർ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണിത്. അപ്പം ഇതിനകത്ത് ചിലപ്പം കുറവുകൾ കാണും, ചിലപ്പോൾ ഇത്ര സാധനങ്ങൾ വേണ്ടി വരത്തില്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലോ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് വേണ്ട സാധനങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും, വേണ്ടാത്ത ഉണ്ടെങ്കിൽ മാറ്റുന്നതുമായിരിക്കും. അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ഞാൻ യൂട്യൂബിൽ ഇടുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രീനിൽ ചാനൽ ഉപകാരപ്പെടുന്നെങ്കിൽ മയബാക്കുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.